ചെക്കുട്ടി, ഇപ്പോൾ ഈ പിക്കെതിരായ നടപടിയിലൂടെ എന്ത് ശക്തമായ സന്ദേശം ഈ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ CPM നൽകുന്നു എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇനിയിപ്പോൾ നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനം നടന്നുകൊണ്ട് ഇനി അച്ചടക്ക നടപടികളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ പുതിയ പാർട്ടി കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞുള്ള പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകില്ല എന്നതായിരിക്കുമോ ഇനി വരാനിരിക്കുന്ന നടപടി? അല്ല, അത് ഞാൻ MV ഗോവിന്ദ മാഷിൻ്റെ പത്രസമ്മേളനം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ: ഒന്ന്, LDF കൺവീനർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള വിമർശനം; രണ്ട്, അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പ്രസ്താവനയും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പ്രശ്നങ്ങളും. ഈ രണ്ട് കാര്യങ്ങളും കൺവിൻസിങ് അല്ല. അപ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സമ്മേളനങ്ങളിൽ AP ജയരാജൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് മാത്രമല്ല വിമർശനങ്ങൾ വരാൻ പോകുന്നത്. ഈ MV ഗോവിന്ദൻ അടക്കമുള്ള, പിണറായി വിജയൻ അടക്കമുള്ള മുഴുവൻ നേതാക്കളുടെയും പെർഫോമൻസിനെ കുറിച്ച് നാളെ നടക്കാൻ പോകുന്ന സമ്മേളനം മുതൽ അവസാനം വരെയുള്ള എല്ലാ സമ്മേളനങ്ങളും ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അതിനകത്ത് EP ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ് പെശകൾ വന്നത്. EP ജയരാജൻ പെശകൾക്ക് അദ്ദേഹത്തെ നടപടി എടുക്കുന്നത് പറയുമ്പോൾ അത് കൺവിൻസിങ് അല്ല. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? LDF കൺവീനർ എന്ന നിലയിൽ പിന്നെ EP ജയരാജന്റെ പെർഫോമൻസ് മോശമാണ്. അതിന് മുമ്പ് LDF കൺവീനർ ഉണ്ടായിരുന്നില്ലേ, വിജയരാഘവൻ. ഈ വിജയരാഘവന്റെ LDF കൺവീനർ സ്ഥാനത്ത് ഇരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയല്ലേ ഒറ്റപ്പാലം മണ്ഡലത്തിൽ അതിഗംഭീരമായിട്ട് രമ്യ ഹരിദാസ് വിജയിച്ചു വരാൻ കാരണമായത്? അപ്പം അന്നൊന്നും ആ നേതാവിനെതിരായിട്ട് ഒരു സെൻഷർ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹം ജാവദ്കർ കയറി വന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അത് ആ സമയത്ത് വേണ്ടിയിരുന്നില്ല, അന്ന് വൈകുന്നേരം മതിയായിരുന്നു എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. അതിനകത്ത് EP ജയരാജന് പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അന്ന് LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയല്ലേ വേണ്ടത്. മാത്രമല്ല, ആ വിഷയത്തിൽ അദ്ദേഹത്തെ LDF സ്ഥാനത്ത് നിന്നാണോ മാറ്റേണ്ടത്, പാർട്ടിയിൽ നിന്നാണോ മാറ്റേണ്ടത്? പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ BJP-കാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വന്നാൽ അതിനകത്ത് അത് ഒരു അസ്വാഭാവിക ഉണ്ട്, ശരിയാണ്. ആ കാര്യം പാർട്ടിയോട് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം എന്ന് പാർട്ടിക്ക് ബോധ്യമില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് നടപടി എടുക്കേണ്ടത് പാർട്ടി തലത്തിലാണ്, അല്ലാണ്ട് LDF തലത്തിലല്ല. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന വിശകലനം ഉണ്ടല്ലോ, അത് ഒരിക്കലും പ്രയോജനം ചെയ്യില്ല. അത് പാർട്ടിക്കകത്ത് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തും. കാരണം അൾട്ടിമേറ്റ്ലി ഇത് ആരുടെ വിജയമാണ്? ഇത് ശോഭാ സുരേന്ദ്രന്റെ വിജയമാണ്, ഇത് BJP-യുടെ വിജയമാണ്. കാരണം ഒരു വെടിയുണ്ട പോലും ഇല്ലാതെ, ഒരു കൊടുവാൾ പോലും ഉപയോഗിക്കാതെ JP ജയരാജന്റെ കഴുത്ത് അവർ വെട്ടി വീഴ്ത്തി. അതാണ് സംഭവിച്ചിരിക്കുന്നത്.